സീരിയൽ രംഗത്തെ ഏറെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ വിവിധ കോമഡി ഷോകളും തിളങ്ങി നിന്ന നടി ലക്ഷ്മി ദേവന് അവരുടെ ഏക മകൻ അനശ്വർ മരണപ്പെട്ടിരിക്കുകയാണ്. വളരെയധികം ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നത്. അവരുടെ ഏക മകൻ അനശ്വർ അവസാനം ഒടുവിൽ അന്ത്യായനം പറഞ്ഞു പോയി. അനശ്വരുടെ മരണം നടി ദേവിക്കും കുടുംബത്തിനും വലിയ രൂപത്തിലുള്ള വേദനകൾ ഉണ്ടാക്കിയെന്നത് നമുക്ക് ചിന്തിക്കാൻ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. റിപ്പോർട്ടുകൾ പ്രകാരം അനശ്വർ ഒരു വാഹന അപകടത്തിൽ മരണം പറ്റിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഈ അപകട വാർത്ത നടിയെ അതിയായ ദുഃഖത്തിലേക്കാണ് ആഴ്ത്തിയിരിക്കുന്നത്. ലക്ഷ്മി തൻ്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ കുറിപ്പിൽ എഴുതിയത് ഇങ്ങനെയാണ്: എൻ്റെ മോൻ എൻ്റെ ജീവനും എൻ്റെ ശ്വാസവും എൻ്റെ രക്തവും. ഇത് തന്നെയാണ് ഒരു മാതാവിൻ്റെ ഹൃദയസ്പർശിയായ കുറിപ്പ്. താൻ തൻ്റെ മകൻ ഇല്ലാത്തതിൻ്റെ വേദനയിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. അവൾ ദുഃഖത്തിൻ്റെ ആഴത്തിലേക്ക് ആരെയോ പറയാത്ത പോലെ തന്നെ തൻ്റെ മനോവേദനകൾ പങ്കുവെച്ചാണ് രംഗത്ത് വന്നത്. സോഷ്യൽ മീഡിയയിലും ആരാധകർ, കൂട്ടുകാർ, പങ്കാളികൾ വലിയ പിന്തുണയും ആശ്വാസ സന്ദേശങ്ങളും എഴുതി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ലക്ഷ്മിയുടെ ദുഃഖപൂർണ്ണ രേഖകളും മകൻ്റെ വിടവാർത്തയും എല്ലാം തന്നെ ചെയ്യുന്നത് ആരാധകരും മറ്റുമായി നിരവധി താരങ്ങളും ഇതിനെല്ലാം തന്നെ ആദരാഞ്ജലി അർപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുകയാണ് മകളെ നഷ്ടപ്പെടുന്നത്. ഈ അനുഭവം മനസ്സിൽ പോലും അരുതാത്തതായിരിക്കാം. ഇത് നമ്മളല്ലാതെ പ്രായമുള്ള ഒരു മകൻ എന്ന ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും വേദന നമുക്ക് എല്ലായ്പ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇതൊരു സാധാരണ വാർത്തയല്ല. ഒരു മാതാവിൻ്റെ വികാരങ്ങളുടെ, ഒരു കുടുംബത്തിൻ്റെ ദുഃഖത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പ്രതീക്ഷയുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കെ മക്കൾ നഷ്ടപ്പെട്ടു പോകുന്നത് എന്തു വലിയ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ്. നാം ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും ഇത്തരമൊരു വാർത്ത കേട്ടാൽ തന്നെ നമ്മുടെ മനസ്സില്ലാതെയാകും. മനസ്സിൻ്റെ വേദനകൾ പുറത്തേക്ക് വരും. ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ. നടിക്കും നടിയുടെ കുടുംബത്തിനും വളരെയധികം സങ്കടകരമായ മനസ്സിനും ആത്മാവിനും ശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.